നമ്മൾ വടക്കേട്ട് അറപ്പോടെ നോക്കുന്ന ഏതെങ്കിലും ഉത്തരേന്ത്യൻ പഞ്ചായത്തിലല്ല, കേരളത്തിലാണ്. നന്മയുള്ള ലോകമെന്നും ഏതാണ്ട് കരടുറപ്പോടെ കൈകൾ കോർക്കുന്ന കേരളം എന്നൊക്കെ വാഴ്ത്തിപ്പാടി മണ്ടക്കയറ്റി വെച്ചിരിക്കുന്ന നാട്ടിലാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഞാനതല്ല. അങ്ങ് കാടുമേടും നടന്ന ചിത്രങ്ങൾ പകർത്തി വർണ്ണങ്ങൾ നിറഞ്ഞ സ്വപ്നങ്ങളിൽ എല്ലാവരോടും ചിരിച്ചു മാത്രം മിണ്ടുന്ന 22-കാരൻ അമ്മയുടെ പൊന്നോമന പുത്രൻ പൂക്കുല ചിത്രം പോലെ ആ പ്രതീക്ഷകളെ നാനാവിധമാക്കി നാഭിയും നട്ടലും ചവിട്ടിക്കൂട്ടി ഒടുവിൽ മൂക്കത്ത് പഞ്ഞിയും വെച്ചൊരു വെള്ളത്തുണിയിൽ പുതപ്പിച്ച് വീട്ടിലേക്ക് എടുത്തപ്പോൾ അടങ്ങിയതാണ് ക്യാമ്പസ് എന്ന വിളിപ്പേരുള്ള അധോ സംഘത്തിന്റെ അംഗക്കലി. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. അവിടെ മനുഷ്യത്വം എന്ന വാക്കു തീണ്ടാത്ത ക്ഷുദ്രജീവി പ്രതിപട്ടികയിൽ മുന്നിൽ കൊടിയും പിടിച്ചു നിൽപ്പാൻ SFIക്ക് മൃഗീയാധിപത്യമുള്ള ക്യാമ്പസിലെ സംഘടനാ സെക്രട്ടറി, SFI യൂണിയൻ അധ്യക്ഷൻ, യൂണിയൻ അംഗം, പ്രവർത്തകർ. ഒന്നല്ല, മാരകമർദ്ദനം 3 നാളാണ്. ക്യാമ്പസിലിട്ട് ചതച്ചത് പോരാഞ്ഞ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്തിട്ട് 100 പ്രതികരണ ശേഷി ചത്തുപോയ പിള്ളേരുടെ മുന്നിൽ ശപിക്കാണ്ടാ ഞാൻ തന്നെ. നീ പുഴുത്തേച്ചാവും, ഓർമ്മിച്ചോ? ചത്താലും നീ പുഴുത്തേച്ചാവൂ. 2 പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലിയത്. ചത്താലും നീ പുഴുത്തേച്ചാവൂ. ആ കലാലയത്തിലെ സംഘടനാ നേതൃത്വം കട്ടച്ചോരയിൽ കൈമുക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് പി രാജീവിന്റെയും ആർഷോയുടെയും വചനപ്രഘോഷണം. SFIക്ക് പങ്കില്ല. എന്താ ഇത്ര സംശയം? എനിക്കതിപ്പോ അങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. വിവസ്ത്രനാക്കി ബെൽറ്റുകൾ പൊട്ടിത്തീരും വരെ നരമേധമാ സംഘടനയുടെ ഒരു കമ്മിറ്റിയും അറിഞ്ഞില്ലെങ്കിൽ ആർഷോ താങ്കളുടെ സംഘടനയാണ് ആ കൊലയ്ക്ക് കൊടുപ്പിൽ 1-ാം പ്രതി. അവരെയും പഴിക്കണ്ട. അന്ന് കയ്യിൽ കിട്ടിയ കമ്പും കുറുവടിയും ഹെൽമറ്റുമായി പ്രതിഷേധക്കാരുടെ മണ്ടയടിച്ചു കയറിയ ഗുണ്ടാ സംഘത്തിന് രക്ഷാദൌത്യ പട്ടവും സംരക്ഷണ ഭിത്തിയും ഒരുക്കിയ മൂപ്പനാണ് മാതൃകയെങ്കിൽ സൈബർ ലിഞ്ചിങ്ങും വ്യക്തിഹത്യയും ശീലമാക്കിയ സൈബർ വെമ്പാലക്കൂട്ടമാണ് വഴികാട്ടികളെങ്കിൽ എന്ത് സ്വാതന്ത്ര്യം, എന്ത് ജനാധിപത്യം, എന്ത് സോഷ്യലിസം? ആ മുദ്രാവാക്യം പൂക്കോട്ട് കൊണ്ട് ഉപ്പിലിട്ട് വെക്കാർഷോ. ഈ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് കൂട്ടിയാലും ഞാൻ നിന്നെ താഴെ ഇറക്കും. പ്രവാദിയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. അത്രയും ദിവസങ്ങൾ ആ കോളേജിലെ ഡീനും ആ കോളേജിലെ സാറന്മാരും ആരുമാരും ആ ചിത്രവധം അറിയുന്നില്ലെങ്കിൽ, വാങ്ങുന്ന കനപ്പെട്ട ശമ്പളത്തിന് കുട്ടികളുടെ സംരക്ഷണം പോലും നൽകാൻ കെൽപ്പില്ലെങ്കിൽ, അധ്യാപക വേഷമൂരിയ ചുരത്തിന് താഴേക്കെറിഞ്ഞ് സാറന്മാരെ ഇറങ്ങി വീട്ടിൽ പോ. സാറേ ഇത് ഇങ്ങനെയാണ് പിള്ളാളെ പഠിപ്പിക്കുന്നത്. ഇനിയും കിട്ടാനുള്ള അക്കാദമിക് കസേരകൾ, പതക്കഭാരങ്ങൾ സ്വപ്നം കണ്ട് കരിമ്പടം വലിച്ചു കയറ്റിയ ഉറക്കത്തിലാണ് സാംസ്കാരിക. ഇങ്ങനെ വാലാട്ടി നിൽക്കാൻ, വായിൽ പഴം തിരികെ അങ്ങ് പൂതലിച്ചു നിൽക്കാൻ നാണമുണ്ടോ നായകരെ? വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിൽ ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. ഞാൻ പോകുന്നു. ബൈ ബൈ.